ഹായ്, എലിസബത്താണ്. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തി നിന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എലിസബത്തിന്റെയും ബാലയുടെയും പ്രശ്നം. എലിസബത്ത് ബാലയ്ക്കെതിരായി ഒട്ടനവധി തെളിവുകളുമായി രംഗത്ത് വരികയും ഒടുവിൽ എലിസബത്തിനെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് ബാല കേസ് നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് എലിസബത്ത് മൗനമാവുകയായിരുന്നു. എലിസബത്ത് എവിടെയാണ്, എലിസബത്തിന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ ആരാധകർക്ക്, അഭ്യുദയകാംക്ഷികളായ ആൾക്കാർക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എലിസബത്തിന്റെ ചാനലിന്റെ കീഴിലൊക്കെ വന്നിട്ട് എലിസബത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങളിങ്ങനെ മൗനമായിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും പറയണം, ഇത് പറഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയത്. എന്നാൽ അതിനൊന്നും തൽക്കാലം മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ കൈമലർത്തുന്ന കാഴ്ച കണ്ടു. എലിസബത്ത് എവിടെയാണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എലിസബത്ത് താൻ സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. വീണ്ടും എലിസബത്ത് ഒളിവിൽ പോയതുപോലെ തോന്നി. പക്ഷെ ഇപ്പോൾ ഒരു വീഡിയോയുമായി, അതുമല്ല മുഖം കാട്ടിക്കൊണ്ട് താൻ്റെ വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കൂടി നമ്മളൊക്കെ കൂടെ വിളിച്ചു പറയുകയും പ്രേക്ഷകരെല്ലാം കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വാർത്ത അല്പമായിട്ട് എലിസബത്ത് പങ്കുവെക്കുന്നുണ്ട്. അതെ, നിങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നു. പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകും എന്തായിരുന്നു എന്നുള്ളത്. അതെ, എലിസബത്ത് കേസ് കൊടുക്കണം, നിയമപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്നായിരുന്നു പ്രേക്ഷക സമൂഹം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലേക്ക് എലിസബത്ത് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവ്യക്തമായിട്ടാണ് എങ്കിലും പ്രേക്ഷകർക്ക് ബോധ്യമാകുന്ന രീതിയിൽ എലിസബത്ത് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എലിസബത്താണ്. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പിയാണോ, സേഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ. സോറി, ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാരണമാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറേ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് സീരിയസ്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ചെയ്തത് ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. സോറി. ഞാൻ മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു. ഇത്തിരി ഇടാത്തതിൽ ഇത്തിരി കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. സോറി. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കൺസേണിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രേയേഴ്സ് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാതും മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നിരന്തരമായ പ്രകോപനങ്ങൾ, ഈ പ്രകോപനങ്ങൾക്കൊന്നും വേണ്ട രീതിയിലുള്ള നടപടികൾ എലിസബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് അതിരൂക്ഷമായിട്ട് എലിസബത്തിനെ കടന്നാക്രമിക്കുകയും സോഷ്യൽ മീഡിയ വഴി അവർ മോശക്കാരിയാണ് എന്ന് വരുത്തി തീർക്കുവാനും അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചികിത്സയാണ്, എന്തുകൊണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും അവരെ ചികിത്സിക്കുന്നില്ല എന്നുമൊക്കെ ചോദിച്ചുകൊണ്ട് ബാല തന്നെ രംഗത്ത് വന്നു. ഇതൊക്കെ ആ പെൺകുട്ടിയെ മാനസികമായി വളരെയധികം തകർത്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അനവധി കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരമായ കലഹങ്ങളുണ്ട്. കുടുംബ കോടതിയിൽ കയറിയിറങ്ങാറുണ്ട്. ഡിവോഴ്സുകൾ നേടി പലരും പല വഴികളിലേക്ക് പിരിഞ്ഞു പോകാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു വിധത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ കൂടിയാണ് എലിസബത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബാലയ്ക്കൊപ്പം താമസിച്ച ആ കാലഘട്ടത്തിൽ എലിസബത്ത് അനുഭവിച്ച പ്രതിസന്ധികളുടെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് താൻ തന്നെ പല വീഡിയോകളിൽ കൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും അതിക്രൂരമായ പീഡനം, അതിനേക്കാൾ ഉപരി ഒരു ഭാര്യ ഒരിക്കലും കണ്ടു നിൽക്കുവാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ എലിസബത്തിന് കണ്ടു നിൽക്കേണ്ടി വന്നു. പാതിരാത്രിയിൽ തന്റെ ബെഡ്റൂമിലേക്ക് പരപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന് കയറ്റുകയും അയാളുടെ മുൻപിൽ വെച്ച് സെക്സിൽ ഏർപ്പെടുവാൻ വേണ്ടി തന്നെ നിർബന്ധിക്കുകയും അതിന് വഴങ്ങാതെ വന്നപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും പലപ്പോഴും തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി പീഡനത്തിന്റെ കഥകളുമായിട്ടാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ ദീനരോധനങ്ങളുമായി വന്നുകൊണ്ടിരുന്നത്.
എന്നാൽ അതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ അവർക്ക് വട്ടാണ്, അവർക്ക് മാനസിക രോഗമുണ്ട്, അതുകൊണ്ട് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുക, അവർക്ക് ചികിത്സയാണ് ആവശ്യം എന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്ന് അവർ പരസ്യ പ്രതികരണം നടത്താതിരിക്കുവാൻ അവർക്കെതിരെ കമ്മീഷണർ ഓഫീസിൽ പോയി കേസ് കൊടുക്കുകയും തുടർന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് പോലും അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അവരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സപ്പോർട്ട് ചെയ്യുവാൻ വന്നവർക്കെതിരെയും പരസ്യമായിട്ടുള്ള കൊലവിളി നടത്തി. എന്നുവെച്ചാൽ എൻ്റെ സ്വൈര ജീവിതത്തിനെതിരായിട്ട് ആര് മുൻപോട്ടിറങ്ങി തിരിച്ചാലും അവരെ തകർത്ത് കളയും എന്ന് പരസ്യമായി മീഡിയാസിന്റെ മുൻപിൽ വെച്ച് നിയമം കയ്യിലെടുക്കും എന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ ഈ മനുഷ്യനെതിരെ ഇനി എന്തായിരിക്കും ചെയ്യുവാൻ കഴിയുക? എലിസബത്ത് ആണെങ്കിൽ കേസിന് തയ്യാറാകുന്നില്ല. എലിസബത്തിനോട് കമന്റുകളിൽ കൂടി ഇത് തന്നെ സ്നേഹിക്കുന്ന തന്റെ പ്രേക്ഷകർ പലയാവർത്തി വിളിച്ചു പറഞ്ഞിട്ടും അതേക്കുറിച്ചൊന്നും എലിസബത്ത് മറുപടിയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. എലിസബത്തിന്റെ നിസ്സഹായ അവസ്ഥയിൽ വേദനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വാർത്തയുമായിട്ട് എലിസബത്ത് വന്നിരിക്കുന്നു. താൻ സേഫാണ്. അതിലുപരിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ നിയമ പോരാട്ടത്തിലേക്ക് ഞാൻ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു. നിയമവഴികളിലേക്ക് എലിസബത്ത് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കേസ് ആയിരിക്കില്ല കൊടുത്തത്. ഒട്ടനവധി തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടി താൻ പങ്കുവച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ് തന്നെയായിരിക്കും തൻ്റെ മുൻ ഭർത്താവായ ഈ ആക്ടർക്കെതിരെ അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അയാൾ വരുന്ന ദിവസങ്ങളിൽ നിയമത്തിന്റെ മുൻപിൽ എത്തേണ്ടി വരും. എന്ന് വെച്ചാൽ ആക്ടർ ബാല അറസ്റ്റ് ചെയ്യപ്പെടുവാൻ സമയമായിരിക്കുന്നു. എലിസബത്തിന്റെ കേസിനെ മാത്രമല്ല താൻ നേരിടേണ്ടി വരുന്നത്. അജു അലക്സ് തനിക്കെതിരെ നൽകിയിരിക്കുന്ന തോക്ക് കേസും നിലനിൽക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും തന്റെ കയ്യിൽ തോക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ തന്റെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറുകയും തോക്ക് കാട്ടി തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള അജു അലക്സിന്റെ വാദത്തെ സാധൂകരിച്ചുകൊണ്ട് ഇപ്പോൾ ദ ക്രിട്ടിക് എന്ന ചാനലിൽ കൂടി മറ്റൊരാൾ വന്നിരിക്കുന്നു. അയാൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. ബാലയ്ക്കൊപ്പം അയാളുടെ ഫ്ളാറ്റിൽ പലയാവർത്തി അയാൾ താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് അയാളുടെ നേരെയും തോക്ക് ചൂണ്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ തോക്ക് അയാളുടെ കൈവശമുണ്ട് എന്നുള്ളതിന് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണനും ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അമൃതയുടെ കേസ് നിലനിൽക്കുന്നു. അമൃത ഇപ്പോൾ പുതുതായി വീണ്ടും ഒരു കേസ് കൂടി കൊടുത്തിരിക്കുന്നു. അത് അമൃതയുടെ കുട്ടിയുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് അമൃതയുടെ ഒപ്പിട്ടുകൊണ്ട്, കള്ള ഒപ്പിട്ടുകൊണ്ട് ആ ഇൻഷുറൻസ് തുക തിരിച്ചെടുത്തു എന്നുള്ള ഗുരുതരമായ ഒരു കൃത്യവിലോപം. അത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കാപട്യമാണ് അയാൾ കാണിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പല കേസുകളും അയാളെ വരിഞ്ഞു മുറുക്കുവാൻ പോവുകയാണ്. അയാൾ രക്ഷപ്പെടില്ല, അയാൾ അഴിയെണ്ണുക തന്നെ ചെയ്യും. എന്തായാലും എലിസബത്തിന്റെ പുതിയ ഈ വെളിപ്പെടുത്തലോടുകൂടി നിയമത്തിന്റെ വഴികളിലേക്ക് താനും നടന്നു നീങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി വന്ന് പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്ന എലിസബത്തിന് അതുപോലെയൊന്നും ഇനി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുവാനോ പരസ്യമായി ഈ കേസിനോടുള്ള ബന്ധത്തിൽ ഒരഭിപ്രായ പ്രകടനങ്ങളും നടത്തുവാനോ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ മേൽനോട്ടത്തിലാണ്. അവർ പുറത്തുവിടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കതൊക്കെ മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. അമൃതയെയും എലിസബത്തിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലയാവർത്തി വീഡിയോകൾ ചെയ്തു എന്നുള്ള കാരണത്താൽ തന്നെ ഈ വാർത്ത ഇപ്പോൾ ഒത്തിരി ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഒപ്പുതുന്നവൻ തീർച്ചയായും വെള്ളം കുടിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ആ ഒരു വെള്ളം കുടി കാണുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.